ശബരിമലയിൽ രാവിലെ മുതലുള്ള ഭക്തരുടെ തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. വൈകിട്ട് 6 വരെ 70,000-ഓളം പേരാണ് ദർശനം നടത്തിയത്. സന്നിധാനത്ത് നിന്ന് മനീഷ് ഐഷ മാത്യു ചേരുകയാണ്. മനീഷ്, എന്താണ് മറ്റ് ക്രമീകരണങ്ങളൊക്കെ അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെ? ലക്ഷ്മി പത്മ, രാവിലെ മുതൽ തന്നെ നല്ലൊരു തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇന്ന് അവധി ദിവസമൊക്കെ കൂടെ ആയതുകൊണ്ടും ഇനിയും രണ്ട് മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് മണ്ഡലകാലൊക്കെ ഉള്ളത്. പിന്നെ വലിയ ദിവസങ്ങളിൽ തുടർച്ചയായി 90,000-ലധികം ആളുകൾ ദർശനം നടത്തിയിരുന്നു. ഇന്നും ആ ഒരു സംഖ്യയിലേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് 6 മണിയാകുമ്പോൾ ഏകദേശം 70,000-ഓളം ആളുകൾ ഇതിനോടൊക്കെ തന്നെ ദർശനം പൂർത്തിയാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ, അതായത് 25-ാം തീയതിയാണ് തങ്കയങ്കി ഇവിടെ എത്തുക. 26-ന് മണ്ഡലകാലം പൂർത്തിയാകും. ഈ ദിവസങ്ങൾക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. സ്പോട്ട് ബുക്കിങ്ങിലടക്കം നിയന്ത്രണങ്ങൾ കൊണ്ടുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി ദേവസ്വവും അതുപോലെ തന്നെ പോലീസും എല്ലാം തീരുമാനിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മൊത്തത്തിലുള്ള കണക്ക് നോക്കുമ്പോൾ ഈ സീസണിൻ്റെ ഒരു പകുതി ഭാഗം എത്തുമ്പോഴേക്കും കഴിഞ്ഞ വർഷത്തെക്കാളൊക്കെ ഒരുപാട് ആളുകൾ ഈ ശബരിമലയിലേക്ക് ഒഴുകിയെത്തുന്ന കണക്കുകളാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാകുന്നത്. എന്തായാലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ ഭക്തരെല്ലാവരും തന്നെ തൃപ്തരാണ് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇതുവരെ വലിയ രീതിയിലുള്ള പരാതികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. എല്ലാ കാര്യങ്ങളിലും കൃത്യമായി നടക്കുന്നതിൻ്റെ ഒരു സന്തോഷം ഭക്തർക്കിടയിലുമുണ്ട്. ഇത്രയും ദിവസങ്ങൾക്കിടയിൽ മറ്റ് പരാതികളൊന്നും ഉണ്ടായില്ല എന്നുള്ളതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും ദീപാരാധന പൂർത്തിയായി. ദീപാരാധന അല്പസമയം മുമ്പാണ് പൂർത്തിയായത്. അതോടൊപ്പം തന്നെ മറ്റ് ചടങ്ങുകളും ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ ഭക്തരെല്ലാം തന്നെ ദർശനം നേടുന്നുണ്ട്. ഇതിനുശേഷമായിരിക്കും, അതായത് അടുത്ത ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ തിരക്ക് ഉണ്ടാകും എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. പ്രത്യേകിച്ച് 26-ഓടുകൂടി തന്നെ ഈ മണ്ഡലകാലം അവസാനിക്കുന്നതുകൊണ്ട് കൂടുതൽ ഭക്തർ വരും ദിവസങ്ങളിലേക്ക് ഇവിടേക്ക് എത്തും. സന്നിധാനത്ത് നിന്ന് മനീഷ് ഐഷ മാത്യു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.